ഓട്ടക്കാലണ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഓട്ടക്കാലണ? ഓട്ടക്കാലണ എന്നത് നമ്മുടെ പഴയ നാണയ ചരിത്രത്തിൽ വളരെ പ്രത്യേക സ്ഥാനമുള്ള ഒന്നാണ്. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ചെറുനാണയങ്ങളിൽ ഒന്നാണിത്. ഓട്ടക്കാലണ എന്ന് വിളിച്ചത് സാധാരണയായി ചെറിയ മൂല്യത്തിലുള്ള കാൽക്കാശ്, അതായത് ക്വാർട്ടർ അണ അല്ലെങ്കിൽ ക്വാർട്ടർ കോയിൻ ആയതിനാലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ, അതായത് 19-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം വരെ വ്യാപകമായി ഇവ ഉപയോഗിച്ചിരുന്നു. വ്യാപാരത്തിൽ ചെറുകിട ഇടപാടുകൾക്കും സാധാരണക്കാരുടെ ദിനചര്യയ്ക്കും ഏറ്റവും പ്രയോജനപ്പെട്ട നാണയങ്ങളിലൊന്നായിരുന്നു ഓട്ടക്കാലണ. ആദ്യഘട്ടങ്ങളിൽ താമ്രം അഥവാ കോപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ചു. പിന്നീട് ബ്രോൺസ്, ചില സമയങ്ങളിൽ നിക്കൽ ചേർത്തുകൂടി നിർമ്മിച്ചു. വില കുറഞ്ഞതിനാൽ തന്നെ ധാരാളമായി നിർമ്മിക്കുകയും വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണകാലത്ത് തന്നെ ഇത്തരം ചെറുനാണയങ്ങൾ പ്രചാരത്തിലുണ്ടായി. ബ്രിട്ടീഷ് ഇന്ത്യ ഭരണകാലത്ത് കൂടുതൽ സിസ്റ്റമാറ്റിക് രീതിയിൽ ഇവ പുറത്തിറക്കി. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരം ചെറുമൂല്യ നാണയങ്ങൾ പ്രചാരത്തിൽ നിന്ന് വിട്ടുപോയി. വിപണിയിൽ ചെറു സാധനങ്ങൾ വാങ്ങാൻ, ഗതാഗത ചാർജുകൾ, ഗ്രാമീണ വ്യാപാരം എന്നിവയ്ക്ക് പ്രധാനമായും ഇവ ഉപയോഗിച്ചു. സാധാരണക്കാരുടെ ദൈനംദിന ഇടപാടുകൾക്കുള്ള ജീവൻകാരിയായിരുന്നു. ഇന്ന് ഓട്ടക്കാലണ നാണയങ്ങൾ ന്യൂമിസ്മാറ്റിക് ശേഖരങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്നു. അവയുടെ പ്രായം, കണ്ടീഷൻ, വർഷം, അങ്ങനെ വിവിധ ഫാക്ടേഴ്സിനെ ആശ്രയിച്ച് ആണ് അവയുടെ വില നിർണ്ണയിക്കുന്നത്. അതായത് ഓട്ടക്കാലണ നമ്മുടെ നാണയ ചരിത്രത്തെയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്പത്തിക സംവിധാനത്തെയും പ്രതിനിധീകരിക്കുന്ന അപൂർവമായ ഒരു നാണയമാണ്. ഇത്രയും നാണയങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിവെച്ചിട്ടുള്ള ഒരു ന്യൂമിസ്മാറ്റിക് കളക്ഷൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കിലോ കണക്കിന്, ഒരു 10 കിലോയിലധികം വരുന്ന നാണയശേഖരം, അമൂല്യമായ നിധിശേഖരം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിലെ ജിനോ ജോണാണ്. ഇത് മാത്രമല്ല, വിവിധ തരം കോയിൻസ്, വിവിധ മൂല്യങ്ങളിലുള്ളത്, വിവിധ വലിപ്പങ്ങളിലുള്ളത്, വിവിധ കാലഘട്ടങ്ങളിലേതും ഇതുപോലെ ധാരാളമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇത് ഒരു അത്ഭുത കലവറയാണ്. നമുക്കും ഓരോരുത്തർക്കും നമ്മുടെ പഴയ പെട്ടികളോ ശേഖരങ്ങളോ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളോ പരിശോധിച്ച് നോക്കിയാൽ ഒരു പക്ഷേ ഇതുപോലെ ഏതെങ്കിലും ഓരോന്നൊക്കെ നമുക്കും കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ നമ്മുടെ നിധിശേഖരത്തിൽപ്പെട്ട, നമ്മുടെ പഴയ കാലത്തിൻ്റെ പ്രതാപം വിളിച്ചോതുന്ന നാണയത്തുട്ടുകളാണ്. കണ്ടുപിടിച്ചെടുക്കുക, എവിടെയെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഓരോന്ന് ശേഖരിച്ച് നമ്മുടെ അമൂല്യ നിധികളിൽ മണിമുത്തുകളായി കാത്തു സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജിനോ ജോണിൻ്റെ കളക്ഷനിൽ ഈ ബൗളിലിട്ട് വച്ചിരിക്കുന്ന ഇത് ഏകദേശം 10 കിലോയോളം വരും.